മൊബൈൽ റീചാർജ് നിരക്ക് 25% വർദ്ധിപ്പിച്ച് ജിയോയും വിഐയും എയർടെലും എന്നീ കമ്പനികളിൽ നിന്നും സിം പോർട്ട് ചെയ്ത് BSNLിലേക്ക് വന്നത് 2.5 ലക്ഷത്തിന് മുകളിൽ ജനങ്ങളാണ്. എന്നാൽ എല്ലാവർക്കുമുള്ള പ്രശ്നം നെറ്റ് സ്പീഡില്ല അല്ലെങ്കിൽ റേഞ്ചില്ല എന്നുള്ള പരാതിയാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ അടുത്ത് ഏതൊക്കെ പ്രദേശത്ത് നമുക്ക് നമ്മുടെ BSNLന് 2G അല്ലെങ്കിൽ 3G 4G ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഏത് സിം യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളായിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, ഏത് സിം ആണെങ്കിലും അതിൽ നമുക്ക് 2Gയും 3Gയും 4Gയും 5Gയും ഒക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ടെക്നോളജിക്കൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കവറേജും ഏത് സിം ആയിക്കോട്ടെ അതിൽ 2Gയും 3Gയും 4Gയും 5Gയും കിട്ടുന്നതും അതുപോലെ അതിൻ്റെ സ്പീഡ് അറിയാൻ, അതായത് നെറ്റ്വർക്ക് സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ mperf.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് അവിടെ കിട്ടും. അതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഇൻ്റർഫേസിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് അവിടെ കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആയി വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ഭാഗമായിരിക്കും. അവിടെ നമ്മൾ സെർവർ സെക്ഷൻ എന്ന് നമുക്ക് താഴെ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് സെർവർ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കിപ്പോൾ അറിയേണ്ട കാര്യം ഏത് സിമ്മിനാണ് കൂടുതൽ റേഞ്ച് കിട്ടുന്നത് എന്ന് അറിയാൻ മുകളിലെ ഒരു 3 വര, അതായത് ഒരു 3 ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കണം. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു 5 കളറ് കാണാൻ സാധിക്കും. അതായത് അത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അതിൽ 2Gയിൽ നീല കളറായിരിക്കും, 3Gയിൽ ഗ്രീൻ കളറും, 4Gയിൽ ഓറഞ്ച് കളറും, 5Gയിൽ വയലറ്റ് കളറായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കവറേജൊക്കെ അറിയാൻ പറ്റൂ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട് എന്ന ആ ഒരു 3 വര അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഫസ്റ്റായിട്ട് വെബ് സ്പീഡ് ടെസ്റ്റ് എന്ന് കാണാം. താഴേക്ക് മാപ്സ് എന്ന് കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. കവറേജ് മാപ്പ്, സ്പീഡ് മാപ്പ്, 5G മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഈ കവറേജ് മാപ്പ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴത്തെ ഒരു 3 കോളം കാണാൻ പറ്റും. അതിൽ ഫസ്റ്റത്തിൽ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ നമ്മൾ കാരിയർ, നമ്മുടെ ഏത് സിമ്മാണോ ഏത് നെറ്റ്വർക്കിലാണോ നമുക്ക് റേഞ്ചും കാര്യങ്ങളും ഉണ്ടോ നോക്കേണ്ടത്, ആ ഒരു ഇതിൽ നമ്മൾ അത് സെലക്ട് ചെയ്യാം. അതുപോലെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഏത് ജില്ലയിൽ ഏത് ലൊക്കാലിറ്റിയിലാണ് നമുക്ക് നമ്മുടെ റേഞ്ചും കാര്യങ്ങളും അറിയേണ്ടത് എന്നുള്ള ആ ഒരു ലൊക്കാലിറ്റിയും കൂടി നമുക്ക് അതിലൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഉദാഹരണത്തിന് ഇവിടെ കൺട്രിയിൽ എന്ത് സെലക്ട് ചെയ്ത് കരിയർ ഞാൻ BSNL സിം സെലക്ട് ചെയ്ത്, അതുപോലെ ഇവിടെ ലൊക്കാലിറ്റി ഞാൻ കോഴിക്കോട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മളവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് 4Gയും 3Gയും 2Gയും ഒക്കെ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ നേരത്തെ കാണിച്ച ആ ഒരു ഡോട്ടിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് 2Gയിൽ നീല കളറിലും 3Gയിൽ ഗ്രീൻ കളറും 4Gയിൽ ഓറഞ്ച് കളറും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഗ്രീൻ കളറിൽ BSNL കാണൂല, കാരണം നമുക്ക് BSNL 5G വന്നിട്ടില്ല. BSNL നമുക്ക് 4G തന്നെ എല്ലായിടത്തും ഇല്ല എന്ന് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. 2Gയിലാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് കാണുന്നത്. അതേപോലെ പിന്നെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓറഞ്ച് ഇതിൽ 4Gയും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. 5G കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജിയോ സെലക്ട് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 5G എല്ലായിടത്തും ഉള്ളത് കാണാൻ സാധിക്കും. ഈ ഒരു മാപ്പിൽ നമുക്ക് സൂം ചെയ്ത് നമ്മുടെ ഏരിയയിൽ ഏത് സിമ്മിനാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് എന്ന് നോക്കി നമ്മൾ പോർട്ട് ചെയ്യാനും പുതിയ കണക്ഷൻ എടുക്കാനൊക്കെ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ BSNL സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ റേഞ്ച് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. അതായത് 2Gയിലും 3Gയിലും മാത്രമാണ് അവർ റേഞ്ച് കാണിക്കുന്നുള്ളൂ. 4G എല്ലായിടത്തും ഇല്ല, പല സ്ഥലത്തും കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ ഓറഞ്ച് ഡോട്ട് കാണുന്നുള്ളൂ. അതായത് നമുക്ക് കാണുന്ന 4G. പിന്നെ BSNL യൂസേഴ്സിന് ഈ ഒരു മാസം 2024 ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലായിടത്തും
3Gയും 4Gയും അതിവേഗം 5Gയിലേക്കും മാറാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഏരിയയിൽ തന്നെ, ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞാൻ ഒരു ജിയോ നെറ്റ്വർക്ക് സെലക്ട് ആക്കിയിട്ട് കാണിക്കാം. ഇവിടെ എല്ലാ കളറിലും എല്ലായിടത്തും റേഞ്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതലും 3Gയിലും 4Gയിലും 5Gയിലും എല്ലായിടത്തും നല്ല രീതിയിൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. BSNL നമുക്ക് കുറഞ്ഞ ടവറുകൾ മാത്രമേ ആയതുകൊണ്ട് അത് കുറഞ്ഞ രീതിയിലുള്ള ഡോട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് ആളുകളാണ് BSNLിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലൊക്കാലിറ്റിയിൽ അവർ ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ മാറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് അറിയാത്തുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും വലിയൊരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.